ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് ആവുന്നത്. ഇന്ന് നമ്മളെ മുന്നേ വണ്ടിരുന്നു വന്ന വണ്ടി ABSന്റെ ലൈറ്റ് തെളിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എങ്ങനെ ഷോർട്ട് ഔട്ട് ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കൂടി. ഫസ്റ്റ് ചെക്ക് ബാറ്ററി വോൾട്ടേജ് ആണ് കേട്ടോ. ബാറ്ററി എത്ര ഇട്ട് നോക്കുക. ഹെഡ്ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ട് ഓൺ ആക്കുന്ന സമയത്ത്. അതുകൊണ്ട് 9.8 ആണുള്ളത്. ബാറ്ററി വോൾട്ടേജ് ഫസ്റ്റ് ചെക്ക് ചെയ്യണം എന്ത് ചെയ്യുന്നതിന് മുന്നേ. അതേ വോൾട്ടേജ് ABSന്റെ 2 ഫ്യൂസിന് വരുന്നുണ്ടോ നോക്കുക. .8 9.6 9.6. ഇവിടെ ചെറിയൊരു ഫ്യൂസ് ഒന്ന് ക്ലീൻ ചെയ്തിടണേ. അപ്പോൾ ഈ 2 ഫ്യൂസ് റെഡി ആണോ നോക്കുക. ഈ 2 ഫ്യൂസ് ABSന്റെ 2 ഫ്യൂസ് ഉണ്ട്. 2 ഫ്യൂസ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് ചെക്ക് ചെയ്യാനുള്ള ABS സെൻസറാണ് കേട്ടോ. ഈ സെൻസർ ഷോർട്ടാണ്. ഒന്നിലേക്ക് വോൾട്ടേജ് വരുന്നുണ്ട്. ഒന്ന് സിഗ്നലും വരുന്നത്, ഒന്ന് പിന്നെ കറണ്ട് വോൾട്ടേജും വരണം. അതായത് ബാറ്ററി വോൾട്ടേജും വരണം കേട്ടോ. നോക്കുക. ഇത് കാണിച്ചു 8.7 ഇവിടെ ഓക്കെയാണ്. നമുക്ക് ഇതിന്റെ സിഗ്നൽ നോക്കാം. ഒരു മിനിറ്റ് കേട്ടോ. പൊക്കി പിടിക്കൽ, ഫ്രണ്ട് വീല് പൊക്കി പിടിക്കൽ കുറച്ചൊരു കാണിച്ചു തരാം. ഇതിൽ സിഗ്നൽ വരണം. ഇതിന്റെ സിഗ്നലിങ് ഇവിടെ ഈ ലൈറ്റ്, മുകളിലെ ലൈറ്റ് ബ്ലിങ്ക് ആവണം കേട്ടോ. അതാണ് അതിന്റെ കണക്ക് വരിക. ഈ മുകളിലുള്ള ഫസ്റ്റ് ലൈറ്റ് ഓക്കെ. ക്യാമറ പിടിക്കാൻ മതി. രണ്ടും കൂടെ പ്രസ് ആയിട്ടില്ല. ആ
അപ്പോൾ ഇവിടേക്ക് നോക്കുക കേട്ടോ. ഇതൊരു സെൻസർ ടെസ്റ്റർ ടൂളാണ് കേട്ടോ. ജി ഓട്ടോ പ്രോ എന്ന് പറഞ്ഞ സെൻസർ ടെസ്റ്റർ ടൂളാണ്. പല ആളുകളും കമൻറ്റ് ചോദിക്കാറുണ്ട്. അതാണ് ഈ ടൂൾ വരുന്നത്. സെൻസർ ടെസ്റ്റ് ചെയ്യുന്ന ടൂളാണ്. ഓക്കെ, ആ വീലൊന്ന് കറക്കും. ഇത് നോക്കാണ്ടല്ലേ, ഇന്ന് സിഗ്നൽ കറക്റ്റ് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ABSന്റെ വോൾട്ടേജും റെഡിയാണ്, അതിൻ്റെ സിഗ്നൽ റെഡിയാണ്. അപ്പോൾ ഫ്രണ്ട് സെൻസർ ഓക്കെയാണ്. ഇതിൻ്റെ ഫ്രീക്വൻസിയിലാണ് കേട്ടോ. ഫ്രീക്വൻസിയിൽ കിട്ടുന്ന സമയത്താണ് ഇങ്ങനെ കാണിക്കുക. ഡ്യൂട്ടി സൈക്കിൾ, ഫ്രീക്വൻസി, വോൾട്ടേജ്, ഈ 3 ഓപ്ഷനാണ് ഇതിലുണ്ടാവുക. ഇതിൻ്റെ ഫ്രീക്വൻസിയാണത്. നമുക്കറിയാം. അപ്പോൾ ഫ്രണ്ട് ABS സെൻസർ ഓക്കെയാണ്. നമുക്ക് റിയർ നോക്കാം കേട്ടോ. അപ്പോൾ റിയർ സെൻസറിൻ്റെ വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്താണ്. അപ്പോൾ റിയർ സെൻസർ ആൾക്കാർക്ക് വീല് കറക്ക്. ഇപ്പോൾ ബാക്കിൽ സെൻസർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സെൻസർ ഏതാണ് പോയതെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും.